ജംഷി എടുക്ക വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ മൂന്ന് ചാക്കുള്ളൂ. അപ്പൊ എന്താ കൊണ്ടുപോയാലത്തെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? പഞ്ചായത്തിന് വീടിന്റെ കാര്യം ശരിയായോ? 2 ലക്ഷം പാസ്സായിട്ടല്ലേ? അത് വലിയ കാര്യം. ഞാൻ കൊറേ ശ്രമിച്ചിരുന്നു വീടിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീടിന്റെ കാര്യത്തില് ഞാൻ അന്നിപ്പം ഒരു 53 ഞാൻ തന്നില്ലേ? 51,500. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറെ നോക്കി. പിന്നെ ഇപ്പൊ കുറച്ച് സഹായം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ എന്തായാലും പഞ്ചായത്ത് ഇതായല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലോൺ ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെയും നടക്കാം. ബാക്കി വീഡിയോ എടുത്തിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറയാം. എന്നിട്ട് നമുക്ക് ആ ലോൺ അടച്ചു കൊടുക്കാം. കാരണം പലിശയാണത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ലോണക്കുള്ളതേ ലോണക്കിൽ എന്തെങ്കിലും ചെയ്യണം. ഞാൻ കഴിയുന്നതും പരമാവധി ഞാൻ നോക്കാം. എത്ര ഉണ്ട് ഇപ്പൊ? ഇനിയിപ്പോ 1 ലക്ഷം തള്ളിയെന്നല്ലോ പറഞ്ഞത്. 1 ലക്ഷം തള്ളിയേക്കാളും പിന്നെ കുറച്ച് ബാങ്ക് 40,000 റുപ്യേന്റെ അടുത്ത് പണ്ടം പണയച്ചിട്ടുണ്ടോ? എത്ര ഉള്ളത് ഇപ്പൊ? ആകെ കടം 2 ലക്ഷം രൂപ ലോണുണ്ട്. തള്ളി പോയിട്ടില്ല. തള്ളാൻ വേണ്ടിയൊക്കെ അപേക്ഷ. ഏത് ബാങ്കിലാണ്? സഹകരണ ബാങ്കിൽ. പിന്നെ എത്ര ഉണ്ട് അവിടെ? 35,000 ജംഷിയെ എന്റെ ഡയറിയും ആ പെണ്ണെടുത്ത ആ കാറിന്റെ ഇപ്പൊ നമുക്ക് താത്ത ആ കടങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് 2 ലക്ഷം റുപ്യ. ഒരു മിനിറ്റ്. 2 ലക്ഷം ലോൺ ഉണ്ടല്ലേ? അത് തള്ളിപ്പോകാനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പണ്ടം പണം വെച്ചത്. അത് സഹകരണ ബാങ്കിലല്ലേ? ലോണ് സഹകരണ ബാങ്കിൽ. ഏത് ചുങ്കത്തറ സഹകരണ ബാങ്ക്? അല്ല, പോത്തല് സഹകരണ ബാങ്കല്ലേ? പിന്നെ പണ്ടം പണയം വെച്ചത്, സ്വർണം പണയം വെച്ചത് എവിടെയാണ്? ഞെട്ടിക്കുളം ബാങ്കല്ലേ? ഏത് ബാങ്കിലാണ്? ഗ്രാമീണ ബാങ്കിലല്ലേ? സ്വർണം പണയം വെച്ചത് ഗ്രാമീണ ബാങ്കില്. അവിടെ എത്ര തന്നതും കൊണ്ട് ഇപ്പൊ അതാണ്ട് എടുത്തിക്കാണ്. അപ്പൊ ഇതിനെന്തിനേലും വേണ്ടിട്ട് അല്ല, അതിന്റെ ഈ വീടിന്റെ ബാക്കി ആ വിഷയാക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം കേട്ടോ. അപ്പൊ ഗ്രാമീണ ബാങ്കിൽ ഇനി എത്ര ഉണ്ട് ബാക്കി? അന്ന് ഞാൻ 51,000. ഇനി 25,000 ഉണ്ടോ? 25,000 വെച്ചിട്ടുണ്ട്. 25,000 ഉണ്ട്. 25,000 അതെ, അത് വേണ്ടി ഞാൻ കൊണ്ടുപോകാം. പൈസ തരുന്നത് എല്ലാം ലോണക്ക് കേട്ടോ. അല്ല, വേറെ വഴിക്ക് ചെലവാക്കിയത് കേട്ടോ. ലോണക്ക് മാത്രം. പലിശ പൈസ അടച്ചു തീർക്കണം. അൻഷേ അനെ ഇവിടെ നിന്നാ ഇതൊന്നും എണീക്ക. ഇതൊരു പണിയാറുണ്ട് കേട്ടോ. ഇതുവാ ചെയ്യണം കേട്ടോ. ഇതെത്തിച്ച ആൾക്കാർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി കേട്ടോ. എനിക്കും എൻ്റെ കൂട്ടുകാർ ജംഷി, അനീഷ്, ഐഫ് എല്ലാവർക്കും കേട്ടോ. സ്ഥാനും മറ്റേ മാഷ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ.
ബാക്കി ഇപ്പം ഇത് ലോൺ കിടക്കണം കേട്ടോ. ബാക്കി ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ 15 കൂടി ഉണ്ടാവും. ബാങ്കിൽ 15 കൂടി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും വഴി ഉണ്ടാവും കേട്ടോ. മറ്റേത് നോക്കാം നമുക്ക് കേട്ടോ. വീടിന്റെ പഞ്ചായത്തിന്റെ പണി കഴിഞ്ഞിട്ടേ അതിനെന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പഞ്ചായത്തിന്റെ നടക്കട്ടെ പണി. അത് കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് നമുക്ക്